പേരാമ്പ്രയിലേക്ക് പോകാം. അവിടെ TP രാമകൃഷ്ണന്റെ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. അതിലേക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. TP രാമകൃഷ്ണൻ LDF കൺവീനർ എന്ന നിലയിൽ, പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ള വൻ വ്യക്തിത്വം, പേരാമ്പ്രയുടെ അഭിമാനമായി അവർ കാണുന്നത്. എങ്ങനെയാണ് ചേതൻ കൂടെയുണ്ട്? ചേതൻ, എങ്ങനെയാണ് പേരാമ്പ്രയിലെ ജനത TPക്ക് നൽകുന്ന സ്വീകരണം ഈ റോഡ് ഷോയ്ക്ക്? അജിംഷാദ്, അഭൂതപൂർവമായ സ്വീകരണമാണ് എല്ലായിടത്തും LDFിന്റെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയായ TP രാമകൃഷ്ണന് പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൽ ഉടനീളം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഇന്ന് പുരോഗമിക്കുകയാണ്. TP തന്നെ നമ്മളോട് ചേരുന്നുണ്ട്. ഇതാ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോവുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ പരസ്യപ്രചാരണം അവസാനിക്കാനുള്ളൂ. എന്താണ് അവസാന നിമിഷ ആ ഒരു ഫീഡ്ബാക്ക്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പൊതുജനങ്ങളിൽ വലിയ തോതിലുള്ള സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അതിന് ഇടവരുത്തിയിട്ടുള്ളത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ വ്യവസായ മേഖലയുടെ വികസനത്തിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ, ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന ഗവൺമെൻറ്റിൻ്റെ നാനാ പദ്ധതികൾ. ഈ അനുഭവമുള്ള ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വലിയ തോതിൽ സ്വീകരിക്കാണ്. UDF വലിയ തോതിലുള്ള നുണപ്രചാര വേലകൾ, കള്ളപ്രചാര വേലകൾ നടത്തിയിട്ടും ആ കള്ളപ്രചാര വേല തള്ളിക്കളഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ജനങ്ങൾ വലിയ തോതിൽ അണിനിരക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ രംഗത്ത് ബോധ്യപ്പെടുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് അധികാര തുടർച്ച ലഭിക്കും. പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ വിജയം കൈവരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വർഗീയ പരാമർശം എന്നൊക്കെ പറഞ്ഞ എതിർഭാഗത്ത് അതാണ് അത് ചോദിക്കേണ്ടത്. അതായത് ചേതൻ, അത് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ അടക്കം റിപ്പോർട്ടിൽ LDFിന്റെ വാദമാണ് ശരിയെന്ന് ബോധ്യമായി. അപ്പോൾ വടകര മോഡലിൽ ആ അർത്ഥത്തിൽ വിജയം നേടാമെന്ന് വർഗീയത കൂട്ടിക്കലർത്താൻ ശ്രമിച്ചതാണ്. അതാണ് UDFന്റെ പരാജയപ്പെടുന്നത്, അല്ലേ? ജനാധിപത്യ മുന്നണി മുന്നേറ്റം കുറിക്കുന്നത് കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത നിലയിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തന്നെ നുണപ്രചാര വേലയ്ക്ക് നേതൃത്വം നൽകി. അതിൻ്റെ തുടർച്ചയായി വിവിധ അസംബ്ലി മണ്ഡലങ്ങളിലും അപ്രകാരമുള്ള നിലപാട് UDF സ്വീകരിച്ചിട്ടുണ്ട്. പേരാമ്പ്രയിലും അതിൻ്റെ തനിയാവർത്തനമാണ് ഉണ്ടായത്. ഇതിനെയെല്ലാം നേരിട്ടുകൊണ്ട് ജനങ്ങളിൽ നിന്നുള്ള വിശ്വാസം ഉയർത്തിപ്പിടിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻതോതിൽ മുന്നോട്ട് പോവുകയാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകുന്നു എന്നതാണ് ഇവിടുത്തെ അനുഭവങ്ങൾ. ഒരിക്കലും മതനിരപേക്ഷതയ്ക്കെതിരായ വർഗീയമായ നിലപാടുകൾ സ്വീകരിക്കാൻ ജനങ്ങൾ സന്നദ്ധമല്ല എന്നുകൂടി ഇവിടെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ റോഡുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പേരാമ്പ്ര മണ്ഡലത്തിൽ ഉടനീളം. ഒരു കോയിൻസിഡൻസ് ഞാൻ കണ്ടത്, TP 1950 ജനിച്ചത്. അതെ. ഞാനിവിടെ ഒരു ഫ്ലെക്സും കണ്ടു. എത്ര കോടി രൂപയുടെ വികസന പ്രവർത്തനം പേരാമ്പ്ര നടത്തി? അതൊന്ന് പറഞ്ഞേ. 1950 കോടി രൂപയുടെ വികസന പ്രവർത്തനം കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതൊരു കോയിൻസിഡൻസ് അല്ലേ? ജനനവർഷവും അതേ ഫിഗർ. ജനങ്ങളെ സഹകരണം തന്നെയാണ് പ്രധാനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നിശ്ചയദാർഢ്യം, ഇച്ഛാശക്തി, അതാണ് ഈ വികസന പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രചോദനം. കിഫ്ബി ഫണ്ട് വഴി വൻതോതിൽ പണനിക്ഷേപം ഈ മണ്ഡലത്തിൽ നടത്താൻ കഴിഞ്ഞു. അതാണ് ഇത്രയധികം തുക വികസനത്തിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയും. എന്തായാലും ആവേശോജ്വലമായ സ്വീകരണങ്ങൾ അത് വലിയ രീതിയിലുള്ള പ്രതിപക്ഷം, സാധാരണ ഭരണപക്ഷമാണ് ഈ അഴിമതി ആരോപണങ്ങളൊക്കെ മുങ്ങി നിൽക്കുക. പക്ഷേ ഇത്തവണ പ്രതിപക്ഷമാണ് അഴിമതി ആരോപണത്തിൽ മുങ്ങിത്താഴ് നിൽക്കുന്നത്. അതൊരു വിരോധാഭാസം. TP എങ്ങനെയാണ് നോക്കുന്നത്? അതോടെ അവസാനം UDF പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു പ്രവർത്തന ശൈലിയുണ്ട്. ആ പ്രവർത്തന ശൈലിയാണ് അവരുടെ ഈ രീതിയിലുള്ള ആരോപണങ്ങൾക്ക് ഇടയായിട്ടുള്ളത്. അവരുടെ ഒരു രീതിയാണ്. എല്ലാവരും അവരെ പോലെ ആയിരിക്കുമെന്നുള്ള നിലയിലാണ് അവർ ഈ പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്. അവരുടെ രീതിക്ക്
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് യാതൊരു ബന്ധവും യോജിപ്പുമില്ല എന്നുള്ളതാണ് സ്ഥിതി. അജിഷാദ്, അത് തന്നെയാണ്. മികച്ച ആത്മവിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ. വലിയ വിജയം, പേരാമ്പ്ര അത്യുജ്വല വിജയം ഉണ്ടാകുമെന്നാണ് LDF-ന്റെയും പ്രതീക്ഷ. അജിംഷാദ്, തീർച്ചയായും. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടു, തലയിൽ തട്ടമിട്ട ഒരു വോട്ടറാണ് അവിടെ എത്തി പേരാമ്പ്രയിലെ ആവേശമായ TPക്ക് തടഞ്ഞു നിർത്തി അഭിവാദ്യവും ഷേക്കാൻഡും നൽകിയിട്ട് പോയത് നമ്മൾ കണ്ടു. അങ്ങനെ ഓരോരുത്തർ ബൈക്കിൽ പോകുന്നവരൊക്കെ TPക്ക് കൈ കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ ആവേശോജ്വലമായ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് ആ റോഡ് ഷോ പുരോഗമിക്കുന്നത്. അതിൻ്റെ തത്സമയ വിവരങ്ങൾ കൂടിയാണ് ചേതൻ പങ്കുവച്ചത്.